ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതിൽ 3 അട്ടികളാണുള്ളത്. 3 അട്ടികൾ. ഇത് ഒന്നാമത്തെ അട്ടി, ഇത് രണ്ടാമത്തെ അട്ടി, ഇത് മൂന്നാമത്തെ അട്ടി. ചിലപ്പോൾ 4 ആകാം, ചിലപ്പോൾ 5 ആകാം. ഓരോ ക്വസ്റ്റ്യനിലും പല രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒന്നാമത്തെ അട്ടി, രണ്ടാമത്തെ അട്ടി, മൂന്നാമത്തെ അട്ടി. ഇനി എത്ര ചതുരക്കട്ടകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ അട്ടിയിൽ 1 എന്ന് എഴുതുക. ഇതാ 1 1 1. രണ്ടാമത്തെ അട്ടിയിലുള്ള കട്ടകളുടെ മുകളിൽ 2 എന്ന് എഴുതുക. 2 2 എന്ന്. മൂന്നാമത്തെ അട്ടിയിൽ 3 എന്ന് എഴുതുക. 3 എന്ന് എഴുതി. ഇനി ഇവ കൂട്ടി എഴുതുക. ഒന്നാമത്തെ വരിയിൽ എത്ര ഉണ്ട്? 1 1 1. ടോട്ടൽ 3 ഉണ്ട്. രണ്ടാമത്തെ വരിയിൽ എത്ര ഉണ്ട്? 2 2. ടോട്ടൽ 4 ഉണ്ട്. 2 2 കൂട്ടിയാൽ 4. മൂന്നാമത്തെ വരിയിൽ 3. അപ്പൊ ഈ ചതുരക്കട്ട അല്ലെങ്കിൽ ഈ ചിത്രത്തിൽ ആകെ എത്ര ചതുരക്കട്ടകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇവ മുഴുവനായിട്ട് കൂട്ടിയാൽ മതി. 4 3 7, 7 3 10. 10 എണ്ണമാണ് ഈ കട്ട അല്ലെങ്കിൽ ഈ ചിത്രത്തിലുള്ള ചതുരക്കട്ടകളുടെ എണ്ണം. എല്ലാവർക്കും സെറ്റാണ് വിചാരിക്കുകയാണ്. ഒന്നുകൂടി പറയാം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ട് 4 അട്ടികളാണുള്ളത്. ഒന്നാമത്തെ അട്ടിയിലെ ഓരോന്നിന്റെ മുകളിൽ 1 എന്ന് എഴുതി. 1 1 1 1. രണ്ടാമത്തെ അട്ടിയിൽ 2 2 2 എന്ന് എഴുതി. മൂന്നാമത്തെ അട്ടിയിൽ 3 3 എന്ന് എഴുതി. നാലാമത്തെ അട്ടിയിൽ 4 എന്ന് എഴുതി. പിന്നെ അവ കൂട്ടി എഴുതാം. ഒന്നാമത്തെ അട്ടിയിൽ 1 1 1 ഒക്കെ പോട്ടെ, കൂട്ടിയാൽ 4. രണ്ടാമത്തെ അട്ടിയിൽ 3 രണ്ടുകളുണ്ട്. 3 2 6. മൂന്നാമത്തെ അട്ടിയിൽ 2 3 ഉള്ളത്. 2 3 6. നാലാമത്തെ അട്ടിയിൽ 4 എണ്ണം. ടോട്ടൽ എത്ര? 4 6 10, 16 4 20. കമന്റ് ചെയ്തതൊക്കെ കറക്റ്റ് ആണ്. ഇതായിരുന്നു ആ ചോദ്യം. 2023-ലും 2022-ലും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യത്തിന്റെ പ്രത്യേകത നോക്കി. ഇതാണ് നമ്മൾ ഇപ്പൊ ചെയ്തത്. അതിൽ നമുക്ക് 20 കട്ട ഉണ്ട് എന്ന് കിട്ടി.